അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും മുഖം ചുളിയും അല്ലേ? ആ കയ്പ്പ് വിചാരിച്ചിട്ടാകും ആരും പാവയ്ക്ക കഴിക്കാത്തത്. എന്നാൽ പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് കയ്പ്പ് കുറഞ്ഞ രീതിയിൽ ഒരു നാടൻ പാവയ്ക്ക തോരൻ എങ്ങനെയുണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ചോറിൻ്റെ കൂടെ ഇതൊരു മികച്ച കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് സമയം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തിളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഇനി നമ്മുടെ പ്രധാന ചേരുവയായ പാവയ്ക്ക ഇട്ട് ഇളക്കാം. ഞാനൊരു പാവയ്ക്ക ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. പാവയ്ക്ക നന്നായി വാടിയ ശേഷം അരമുറി തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു രൂപത്തിലാവുന്നത് വരെയാണ് വേവിക്കേണ്ടത്. അങ്ങനെ കയ്പ്പ് കുറഞ്ഞ രീതിയിൽ നല്ല രുചിയിൽ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായി. കണ്ടില്ലേ, ഒട്ടും കുഴഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് പാവയ്ക്ക തോരൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം.